മുനമ്പം വിഷയത്തിൽ UDF-ന്റേത് ഇരട്ടത്താപ്പെന്ന് മന്ത്രി പി രാജീവ്. വഖഫാണെന്ന് പറഞ്ഞതും ഭൂമി വിൽപ്പന നടത്തിയതും മുനമ്പത്തുകാർ കയ്യേറ്റക്കാരാണെന്ന് പറഞ്ഞതും UDF ആണ്. താമസക്കാരുടെ അവകാശം സംരക്ഷിക്കപ്പെടണമെന്നതാണ് സർക്കാർ നിലപാടെന്നും മുനമ്പത്തെ ബഹുജന കൂട്ടായ്മയിൽ മന്ത്രി വ്യക്തമാക്കി. മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിൽ സർക്കാർ സ്വീകരിച്ച തീരുമാനങ്ങൾ ബഹുജന കൂട്ടായ്മ യോഗത്തിൽ മന്ത്രി പി രാജീവ് വിശദീകരിച്ചു. മുനമ്പത്തെ താമസക്കാരുടെ അവകാശം സംരക്ഷിക്കപ്പെടണമെന്നതാണ് സർക്കാർ നിലപാട്. ഫെബ്രുവരിയിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വരും. കമ്മീഷൻ ശുപാർശ ചെയ്യുന്നത് സർക്കാർ ഉറപ്പാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ആ കമ്മീഷൻ അവന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു, വി ഹാവ് നോ അതോറിറ്റി, ഞങ്ങൾക്ക് അധികാരമില്ല, ഇത് വഖഫ് ആണോ അല്ലയോ എന്ന് നിർണയിക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ല, അത് വഖഫ് ബോർഡിനാണ്. പരമാവധി കമ്മീഷൻ ഫെബ്രുവരിയിൽ തന്നെ 3 മാസം, നവംബർ അവസാനം നമ്മൾ തീരുമാനിച്ചു, ഗസറ്റ് ഇറങ്ങി, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ ആ റിപ്പോർട്ട് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിന് സഹായകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിഷയത്തിൽ UDF-ന്റേത് ഇരട്ടത്താപ്പെന്നും കരമടയ്ക്കാൻ സർക്കാർ ഇളവ് കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്ത് പ്രമേയം കൊണ്ടുവന്നത് UDF ആണെന്ന് മന്ത്രി പറഞ്ഞു. ഞങ്ങൾ ഈ വിഭജനങ്ങളൊന്നുമില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചപ്പോ നികുതി അടയ്ക്കുന്ന ആദ്യ സ്റ്റെപ്പ് എടുത്തു. നിങ്ങൾ തീരുമാനിച്ചു ഈ ഉത്തരവിലൂടെ, പാണക്കാട് റഷീദ് അലി തങ്ങൾ, ഇത് വഖഫിന്റേതാണ്. അതോടുകൂടി പാവപ്പെട്ടവരെ നികുതി അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചു UDF. നികുതി കളയാൻ സാധ്യമാകുന്ന രൂപത്തിൽ പരിമിതികൾക്കിടയിലുമെന്നും തീരുമാനമെടുത്തു LDF. അങ്ങനെ തീരുമാനമെടുത്തപ്പോ വഖഫ് ബോർഡിനകത്ത് പ്രമേയം കൊണ്ടുവന്നു. ഞങ്ങൾ കയ്യേറ്റക്കാരെ സഹായിക്കുന്നവർ, ഞങ്ങൾ ഈ അന്യരെ സഹായിക്കുന്നവർ, ഞങ്ങൾ അട്ടിമറിക്ക് കൂട്ടുവെക്കുന്നവർ എന്ന് അധിക്ഷേപിച്ചത് നിങ്ങൾ UDF. മുനമ്പത്ത് നടന്ന LDF ബഹുജന കൂട്ടായ്മയിൽ ജില്ലാ സെക്രട്ടറി CN മോഹനൻ, വൈപ്പിൻ MLA ഉണ്ണികൃഷ്ണൻ, മുൻ MLA ശർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊച്ചി.